മാനേജർ ആയിരിക്കുന്നേ. ആ ശരി സർ. ആരാ? എന്താ? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്ത് ജോലി അറിയാം? ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ഡ്രൈവറുടെ വേക്കൻസിയാ. അത് മതി സർ. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ആ ഉണ്ട് സർ. അല്ല, നമ്മുടെ പേര് നിതിൻ എന്നല്ലേ? അതെ. എന്നെ അറിയോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. ആ, അത് ശരി. സോറി, തനിക്കിവിടെ ജോലിയില്ല, പൊയ്ക്കോ. അതെന്താ സർ അങ്ങനെ? അല്ല, ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് വേറെ ആളായി, അതാ. സർ, ശമ്പളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. എടോ, തനിക്കിവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞില്ലേ? ആദ്യം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, ഉടനെ തന്നെ പറയുന്നു ഇല്ലാന്ന്. അതെന്താ കാരണം? തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അതിന് ഇവിടെ ആളായത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ ആളായെന്നും പറഞ്ഞു. എന്താ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? താനെന്തോ മനുഷ്യനെ കളിയാക്കുന്നോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞ ടൂൾസ് ഒക്കെ എടുക്കുന്ന എന്തിന്? എന്നെ ഒന്നും ചെയ്യല്ലേ. ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാ ജോലി തരാത്തത്. ജഗന് ജോലി തരരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? എടാ, ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആരാണ് എനിക്ക് ജോലി തരണ്ടെന്ന് പറഞ്ഞത്? പറയടോ. കുറുപ്പ് സാറിന്റെ മകനല്ലേ? അതെ. അവിടുന്ന് പറഞ്ഞു ജഗൻ ജോലി അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, കൊടുക്കരുതെന്ന്. അല്ലാതെ ജഗനോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. കടയല്ലേ, ഇതുപോലെ ഓരോന്നും വന്ന് കേറിക്കോളും. കുട്ടിക്ക് എന്താ വേണ്ടത്? അല്ല, അയാള് ജോലി അന്വേഷിച്ചല്ലേ വന്നത്? നിങ്ങൾ ജോലി കൊടുക്കാന്നും പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ വഴക്കൂടിയത്? സംഗതിയൊക്കെ ശരി തന്നെയാ. ഇവിടെ ഡ്രൈവറുടെ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷെ ജഗന് ജോലി കൊടുക്കരുതെന്ന് കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുക. കുറുപ്പ് സാറിനെ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്താ ഈ കടയുടെ ലൈസൻസ് തന്നെ ചിലപ്പോ ഇല്ലാതാക്കി കളയും. അച്ഛനെ തിരിച്ചു വിളിക്കാൻ വാശി അനുവദിക്കുന്നില്ല അല്ലേ? വാശി നല്ലതാ, പക്ഷേ കൺപോളകളിലുള്ള ഈ നനവിൽ അച്ഛനോടുള്ള ജഗന്റെ സ്നേഹം കാണും. ഹലോ, നിങ്ങളെന്താ സ്വപ്നം കാണുകയാണോ? എന്താണ് വേണ്ടത്? അല്ല, ജഗന് ജോലി കൊടുക്കരുതെന്ന് പറയാൻ കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ആരെ വിളിച്ചത്? ആരാണെന്നൊന്നും അറിയില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഒരു സ്ത്രീ ശബ്ദം അല്ലേ? അതെ. ഒന്നുമില്ല, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. പാർട്ടി ഓഫീസിൽ പോയിരുന്ന് വിളിപ്പിച്ചതുകൊണ്ടോ ഫോണിൽ വിളിച്ച് സംസാരിച്ചതുകൊണ്ടോ കാര്യമില്ല. പാർട്ടി പ്രവർത്തകരായ നിങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നോണ്ടാ ഞാൻ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനാണല്ലോ കമ്മിറ്റികൾ വച്ചിരിക്കുന്നത്. നിങ്ങൾ കമ്മിറ്റികളിൽ കൃത്യമായി പങ്കെടുക്കുന്നത് പോലുമില്ല. ജില്ലാ കമ്മിറ്റിയാണല്ലോ ഞങ്ങളെ തീരുമാനങ്ങളൊക്കെ അറിയിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. സെക്രട്ടറിയുടെ ഏകാധിപത്യ ഭരണമാണല്ലോ ഇന്ന് പാർട്ടിയിൽ നടക്കുന്നത്. അയാളുടെ താല്പര്യങ്ങൾക്ക് ഒത്താശ മൂളാൻ നിൽക്കുന്നവരെയൊക്കെ അയാൾ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കും. ന്യായമായ ഏതൊരഭിപ്രായം പറഞ്ഞാലും അതിനെ എതിർക്കാൻ കുറെ അണികൾ അയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്.
നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉം. എല്ലാ പ്രശ്നങ്ങൾക്കും ന്യായമായ ഒരു ഒത്തുതീർപ്പുണ്ടാകും. 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് കമ്മിറ്റി. മറന്നുപോകരുത്, വരണം. തീർച്ചയായും. പാർട്ടി പ്രസിഡന്റായ കുറുപ്പ് സാർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കമ്മിറ്റി വന്നിരിക്കും. വളരെ സന്തോഷം. ഇനിയുള്ള കാലം പാർട്ടിയുടെ നെടും തൂണാകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ഒക്കെ കുറുപ്പിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോ എന്നാ പിന്നെ ഞാനങ്ങോട്ട് ആ